എന്നല്ലെങ്കിൽ പടിഞ്ഞാട്ട്, എല്ലാം തെക്കോട്ടേക്ക്, എല്ലാം വടക്കോട്ടേക്ക്, എല്ലാം കിഴക്കോട്ടേക്ക് വെള്ളം ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ എങ്ങനെ വലിയെന്ന് മനസ്സിലാക്കില്ല. അത് നമുക്ക് അതിൻ്റെ പ്രകൃതി അറിയാം. പറഞ്ഞു മനസ്സിലായി? വെള്ളം വലിച്ചില്ല ഇന്ന ഭാഗത്തുനിന്നാണ് വലിയത്, ഇന്ന ഭാഗത്ത് നല്ല വലിയാണ്. അപ്പം വടക്കുന്ന നല്ല വെള്ളം ഒഴിക്കുകയാണ്. ആ വെള്ളം ഇങ്ങനെ തെക്കോട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. പറഞ്ഞു മനസ്സിലായി? അപ്പം അങ്ങനെയുള്ള പ്രകൃതി മാറ്റങ്ങളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ശരിക്കും അതിനോട് യോജിക്കണം. നമ്മൾ അതിനായിട്ട് നല്ല സമ്പർക്കം ഉണ്ടാകണം. സമ്പർക്കം ഇല്ലാഞ്ഞാൽ നമുക്കത് നമ്മൾ ഒന്നും അല്ലാണ്ടായി പോകും. അല്ല പണ്ടത്തെ ഇപ്പം മെഷീൻ വെച്ചാണ്ടല്ലോ പോണ്. മെഷീൻ വെച്ച് പോണ്. മുമ്പ് തണ്ട് വലിച്ചു പോകും. തണ്ടെന്ന് പറഞ്ഞാൽ ഈ സാധനം ഒരു മുള ഉണ്ടല്ലോ, മുള ഇങ്ങനെ നീട്ടത്തിൽ നല്ല മുളക്കഷ്ണം, ഒരു കഷ്ണം മുള തൂണതാ അത്ര നീട്ടുണ്ടാവും. ഇവിടുന്ന് ഇങ്ങനെ അത്ര നീട്ടത്തിൽ ഒരു കഷ്ണം മുള ഉണ്ടാവും. ആ മുളമേലി പത്തലെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു പലകമാലല്ല, അതിനൊരു കാമ്പും വെക്കും, ഒരു കടമ്പ്. എന്തിന്? ഈ പത്തലി മാത്രം കെട്ടിയാൽ പത്തലി നിൽക്കൂല. അതിനാണ് ഈ കടമ്പ് വെക്കുന്നത്. കടമ്പ് വെച്ചാൽ ഈ കടമ്പ് ഈ വടിമ വെച്ച് കെട്ടു ഞങ്ങൾ. അത് കെട്ടണ പണിയൊക്കെ ഉണ്ട്. കെട്ടിയാൽ പോലും ഇതാ ഇപ്പം ഇതൊരു കുടുക്കാണിത്. ഇത് നിങ്ങൾക്കൊരു സാമ്പിൾ ഞാൻ കാണിച്ചു തരണം. വേണ്ടാ, ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് കെട്ടൊന്നും ഇട്ടില്ലല്ലോ. ഇത് കെട്ടാണിത്. കയ്യോ ഇങ്ങോട്ട് വാ, അടുത്ത് വാ, ഒരു വിരല് തന്നെ ഒത്തിട് വിരലെല്ലാം ഇട്ട് മോനിട്ടോ ഇല്ലല്ല. ഇപ്പോഴെന്തായി? അത് കെട്ടായില്ലേ? അപ്പം ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഇതെങ്ങനെയാണ് ഇത് കെട്ടലെന്ന്. ഇതിപ്പോൾ കെട്ടൊന്നുമില്ലല്ലോ. മനസ്സിലായി? അങ്ങനെയുള്ള ഈ കയറുമേൽ പല യന്ത്രങ്ങളും ഉണ്ട്. ഇത് വലിയ കഷ്ണം ചെറുതാക്കാം. വലിയ കഷ്ണം ഉണ്ടല്ലേ, നമ്മളെ ഒരു അഞ്ച് ഭാഗം എന്ന് വെച്ചാൽ 5 മീറ്ററുള്ള 1 മീറ്റർ ആക്കാം. അതിനൊരു കുടുക്ക് വയ്ക്കലുണ്ട് പെട്ടെന്ന്. ആ കുടുക്ക് വെച്ചാൽ 1 മീറ്ററായി. അത് വലിയവർക്ക് പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ അത് നല്ല വെയിറ്റിൽ തന്നെ നിൽക്കും. അത് പെട്ടെന്ന് വലിച്ചാലൊന്നും കഴിയൂല. അപ്പം അങ്ങനെ വേണ്ട പണികളെല്ലാം നമുക്കറിയാം. പിന്നെ ഇതേമാതിരി ഇപ്പം ഞാൻ ചെക്കൻ്റെ മീത്ത് കുടുക്ക് വെച്ചില്ലേ, അതിലേക്ക് നമ്മൾ വെള്ളത്തിൽ നിന്ന് ഒരു കുടുക്കി കുടുങ്ങിപ്പോയി. ഇപ്പം നമ്മളെ റോപ്പ് 2 ഭാഗത്തും ഭയങ്കര വലിയ റോപ്പാണ്. ആ റോപ്പിൻ്റെ തെറി കിട്ടുമ്പോഴേക്ക് ചിലപ്പോൾ നമ്മൾ ചിനിച്ചു പോകും. അപ്പോൾ ഇത് പണി നമ്മൾ പഠിച്ചുകൊണ്ട് നമുക്ക് ബേജാറില്ല. പെട്ടെന്ന് ഇത് ഇടയ്ക്ക് ഇത് മറിക്കുക. ഇതെടുത്ത് മറിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുമേ എന്തെങ്കിലും കൊളുത്തിട്ടാൽ അതാണ് കെട്ടി ഇത് നല്ല മുറുങ്ങും, നല്ല ഫുള്ളായിട്ട് മുറുങ്ങും. നിങ്ങൾക്ക് ഞാൻ സാമ്പിൾ കാണിച്ചു തന്നാണ്. ഇത് നല്ലോണം മുറുകിക്കഴിഞ്ഞാൽ നമുക്കത് മുറിച്ച് നിൽക്കാം. പറഞ്ഞാൽ മനസ്സിലായി? അന്നേ എനിക്ക് കടലിലെന്ന് പറഞ്ഞാൽ കടലിൽ എല്ലാ സമയത്തും കടലിൻ്റെ ഒഴുക്ക് ഒരേ മാതിരി ആവില്ല. ഒഴുക്കിങ്ങനെ ഒഴുകും കൊണ്ടിരിക്കുന്ന ഇടയിൽ സെക്കൻഡ് വെച്ചിട്ട് അല്ലാണ്ട് ഓർഡർ വന്നാലേ ഈ ഒഴുക്ക് ഇങ്ങനെ ആവും. പറഞ്ഞാൽ മനസ്സിലായി? അപ്പോൾ ഈ ഒഴുക്ക് എങ്ങനെ ഉണ്ടാകണം, ഏത് രൂപത്തിൽ? അതല്ല അള്ളഹാനോട് ചോദിക്കണം. നമ്മളോട് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. അത് പറയല്ലാന്ന്. സമയം നോക്കാൻ ക്ലോക്കും വാച്ചൊന്നും വേണ്ട. സമയം തന്ത്രം നമുക്ക് ആകാശത്ത് നോക്കിയാൽ തന്നെ നമ്മളെ സമയമൊക്കെ നമുക്ക് അറിയാമെന്ന്. അത് എന്ന് പറഞ്ഞാൽ ഈ രാത്രി പോയാൽ ഈ നക്ഷത്രങ്ങൾ പല ഇനങ്ങളും ഉണ്ട്. ഈ കൂട്ട നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞൊരു നക്ഷത്രമുണ്ട്. അത് പഴയ ആൾക്കാർ ഓരോ പള്ളി നക്ഷത്രമാണ്. പഴയ ആൾക്കാർ പഴയ പൂർവികന്മാർ പറയും അത് പള്ളി നക്ഷത്രമാണ്. ആ നക്ഷത്രങ്ങൾ സൂര്യൻ പോയിട്ട് അസ്തമിക്കും. അത് അസ്തമിക്കുന്ന സമയം ഒരു 4 മണിൻ്റെ ഉള്ളിലായിട്ടാണ്. 12 മണിക്കൊക്കെ നമ്മളിങ്ങനെ നോക്കിയാൽ കൂട്ട നക്ഷത്രം നമ്മളെ നിറവിലുണ്ടാകുന്നത്. അപ്പോൾ പിന്നെ അത് അസ്തമിക്കാൻ നേരം ആകുമ്പോഴേക്ക് 4 മണി 5 മണിൻ്റെ ഉള്ളിലാവും. അപ്പോൾ സുബൈൻ്റെ സമയമായി വന്ന് പറഞ്ഞു മനസ്സിലായി? അപ്പോൾ നമുക്ക് സമയം കിട്ടി. ആ നക്ഷത്രം സൂര്യന് അത് നക്ഷത്രം അസ്തമിക്കുമ്പോൾ ഇന്ന സമയമാണ്. അന്നേലേക്ക് ഓരോ ഒറ്റ നക്ഷത്രങ്ങളെല്ലാം ഉണ്ട്. ഈ നക്ഷത്രം അസ്തമിക്കുമ്പോൾ 9 മണിയാവും. ഈ നക്ഷത്രം അസ്തമിക്കുമ്പോൾ 10 മണിയാവും. ഇങ്ങനെ നക്ഷത്രങ്ങളിങ്ങനെ കീഴ്പ്പെട്ട് പോയിട്ട് അത് അസ്തമിച്ചു പോകും. അപ്പോൾ നമ്മൾ പറയും 10 മണിയായി വേണ്ട. അപ്പോൾ നമ്മളിവിടെ വാച്ച് നോക്കിയിട്ടാണ് 10 മണി പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞ സമയം ഒരുമാതിരി കണക്കാണ്. അപ്പോൾ 10 മണിയായി. അപ്പോൾ പിന്നെ നമ്മൾ കരക്കെത്തിക്കഴിഞ്ഞാൽ നമ്മൾ സമയം ചോദിക്കണ്ട. നമ്മളിപ്പോൾ നോമ്പ് റംസാൻ സമയത്തെല്ലാം നമ്മൾ രാത്രി പണിക്ക് പോയാലേ പിന്നെ ഞങ്ങൾ പണിക്ക് പോയിട്ട് നമ്മൾ മീനെല്ലാം കണ്ട് മീൻ കിട്ടി. നമുക്ക് മീൻ കിട്ടിയാൽ
നമ്മൾ അതിൻ്റെ ഒത്തുള്ള ആൾക്കാർ പറയും നമുക്ക് നോമ്പുണ്ട്, നോമ്പെല്ലാവർക്കും നോക്കേണ്ടിയാണ്, നമുക്ക് കരപ്പറ്റാണല്ലോ നോക്കി, സമയം പോയി. ഈ കൂട്ടം മുജീമുകൾ ശരിക്കും ഇങ്ങനെ കീപ്പിട്ട് വന്ന് അസ്രമജ്ജെല്ലാം കഴിഞ്ഞിങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞാൽ പിടിച്ചാൽ കരക്ക് വന്ന് പിടിച്ചാൽ മീനാരും നോക്കരുത്, പോയിട്ട് പൊരി പോയിട്ട് ഭക്ഷണങ്ങൾ കഴിക്കണം. ഭക്ഷണങ്ങൾ കഴിച്ച് ഭക്ഷണങ്ങൾ കഴിച്ച് ശരിക്ക് കയ്യും കാലൊന്നും വല്ലാതെ കഴിയാൻ കഴിയില്ല. ഒന്ന് പല്ലൊക്കെ ഒന്നിങ്ങനെ തേച്ചിക്കാണ്ടൊന്ന് പ്രസ് ചെയ്ത്, ഇന്നത്തെ മാതിരി പ്രസ്സൊന്നുമില്ല, എനിക്ക് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യും, ഒന്ന് 4 കൈ കൊണ്ടൊന്നും ഇങ്ങനെ വടിച്ചിക്കാണ്ട് അച്ചടിക്ക് ഒന്ന് വായിക്ക് പിടിച്ച് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചുതരും, പെട്ടെന്ന് അങ്ങോട്ട് തിന്നും. ഇന്നത്തെ മാതിരി ആക്കത്തിലിങ്ങനെ വളരെ ആഡംബര ജീവിതത്തിലുള്ള ഭക്ഷണം നല്ല കഴിക്കല്. തീയിൻ്റെ മാതിരി തീ കണ്ടാലെങ്ങനെ നമ്മൾ അന്നമാതിരി പെട്ടെന്നാണ് ഭക്ഷണം കഴിച്ച് അത് കഴിച്ച് പണിയെല്ലാം കഴിയുമ്പോഴേക്കും വാങ്ങി കൊടുക്കാനായി.